ചിത്രങ്ങൾ വളരെ സന്തോഷമാണ്. സിനിമ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആഴ്ചയിൽ 2 ചിത്രങ്ങളൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ 2 ചിത്രങ്ങൾ കാണുക. വിലായത്ത് ബുദ്ധയാണ് ആദ്യമേ ഞാൻ കണ്ടത്. അതെനിക്ക് തെറ്റിപ്പോയെന്ന് തോന്നുന്നു. അതിനേക്കാളും നല്ലത് എക്കോ എന്ന് പറയുന്ന സിനിമ കണ്ടാൽ മതിയായിരുന്നു എന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു. കാരണം ഉച്ചയ്ക്ക് ശേഷമാണ് അത് കണ്ടത്. ഒരു ഭാഷകൾക്കപ്പുറം സഞ്ചരിക്കാവുന്ന ഒരു മലയാള സിനിമ എന്ന് ഒറ്റ വാക്കിൽ ഈ പടത്തെപ്പറ്റി പറയാം. അപാരമായ ദൃശ്യഭംഗിയിലൂടെ നമുക്ക് മലയാള സിനിമ എന്താണെന്ന് കാട്ടിത്തന്ന ഒരു ചിത്രമായിട്ട് ഒരു രക്ഷയില്ല. കിണ്ണം കച്ച ഏറ്റവും എന്നൊക്കെ പറയത്തില്ലേ, ആ രീതിയിലുള്ള സാധനമാണ് നമ്മുടെ ദിഞ്ജിത്ത് അയ്യത്താൻ തന്നിരിക്കുന്നത്. കിഷ്കിന്ധകാണ്ഡം കണ്ട പ്രേക്ഷകർക്ക് നിശ്ചയമായിട്ടും പോയി കാണാൻ പറ്റുന്ന ഒരു പടം തന്നെ. അദ്ദേഹത്തിൻ്റേതായ തിരക്കഥാകൃത്ത് ബാഹുൽ രമേശ്, ഒരു രക്ഷയില്ല. അദ്ദേഹം തന്നെയാണെന്ന് തോന്നുന്നു ക്യാമറയും കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ കാടിൻ്റെയൊക്കെ വന്യമായ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുക, അതിലേക്ക് ഒരു വല്ലാത്ത വൈബ് തരാൻ ഈ ചിത്രത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആരാണ് കുര്യച്ചൻ എന്നുള്ള യാത്രയിൽ തന്നെയാണ് ഈ ചിത്രം തുടങ്ങുന്നത് തന്നെ. കുര്യച്ചനെ തിരക്കി വരുന്നത്, കുര്യച്ചൻ്റെ കഥകൾ അറിയാവുന്നവർ, കുര്യച്ചൻ്റെ ശത്രുക്കൾ, അവരിലൂടെയൊക്കെ കുര്യച്ചൻ ആരാണെന്ന് പറഞ്ഞു തരുന്നു. നമുക്ക് പലപ്പോഴും കുര്യച്ചൻ വില്ലനാണോ നായകനാണോ എന്നറിയാൻ വയ്യാത്തൊരവസ്ഥ. എനിക്ക് തോന്നുന്നു കിഷ്കിന്ധകാണ്ഡം ഒരു കുരങ്ങൻ്റെ കഥ പറഞ്ഞ് നമ്മളെ ഞെട്ടിപ്പിച്ചു. ഇതൊരു നായയുടെ കഥ പറയുന്നു. ഇതിനിടയിൽ അവർ വന്ന കേരള ക്രൈം ഫയൽ ബെസ്റ്റ് സീരീസ് എടുത്തായിരുന്നു, സീസൺ 2 എന്ന് പറഞ്ഞിട്ട്. അത് ഒരു നായയുടെ കഥയാണ് പറഞ്ഞത്. ഇതിലും ഒരു നായയുടെ കഥ പറഞ്ഞ് നമ്മൾ മലേഷ്യൻ ഇനത്തിൽപ്പെട്ട ഒരു നായാണെന്ന്. എന്താടാ ഇത് കാണിച്ചു വെച്ചിരിക്കുന്നത്, ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഉണ്ടല്ലോ, ലാസ്റ്റ് 10 മിനിറ്റ് ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. രോമാഞ്ചം എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടാവും. കാരണം നമ്മൾ ആദ്യം ഏത് ലെവലിലെത്തും എന്നുള്ളത് കണ്ടറിയണം. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്നൊന്നുമില്ല. പക്ഷെ ഞാൻ വളരെയധികം ഇതായിരുന്നു. കാരണം എനിക്ക് കിഷ്കിന്ധകാണ്ഡം ഒത്തിരി ഇഷ്ടപ്പെട്ട ചിത്രമാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ചിത്രങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ കഥയ്ക്ക് മുമ്പേ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ആ കഥ പറയുമ്പം തന്നെ നമുക്കറിയാം അടുത്തത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞ് നമ്മൾ അല്ലെങ്കിൽ പിന്നിലേക്ക് നമ്മൾ സഞ്ചരിക്കും. ഇത് രണ്ടും ഇല്ലാത്ത ഒരു കഥ മലയാള സിനിമയിൽ അങ്ങനെ അപൂർവമായിട്ട് കണ്ടുവരുന്ന സാധനങ്ങളാണ്. മിക്കവാറും എല്ലാ ചിത്രങ്ങളിലൂടെയും കഥയ്ക്ക് മുമ്പായിട്ട് നമ്മൾ സഞ്ചരിച്ച് തുടങ്ങും. ഇത് അവിടെ ഫുൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇവർ പറയണം കഥ എന്താണ്, ആ രീതിയിലേക്ക് നമ്മളെ പിടിച്ചിരുത്തുവാൻ ഈ ചിത്രത്തിൽ കഴിയുന്നത്. പിരിമുറുക്കത്തിൻ്റെയൊക്കെ ലാസ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത വൈബ് നമുക്ക് തരുന്നു. ഈ സംവിധായകൻ ഒരു രക്ഷയില്ലാത്ത സാധനങ്ങളാണ്. പുള്ളി ഈ കിഷ്കിന്ധകാണ്ഡം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ആരുടെ മുമ്പിലും ഡേറ്റിന് വേണ്ടി കൈനീട്ടാമായിരുന്നു. ഒരുപക്ഷെ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെയൊക്കെ ചിത്രങ്ങളായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അതൊന്നും അല്ല. ഇതിലേക്ക് ഇക്കോ എന്ന് പറയുന്ന ഈ ചിത്രത്തിലേക്ക് അദ്ദേഹം പോയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗ്രാഫം ഉയർത്തി എന്ന് തന്നെ പറയാം. അതുപോലെ സന്ദീപ് പ്രദീപ് എന്ന് പറയുന്ന ഒരു പരിചിതൻ ആണ്, എന്നാലും അത്ര സ്റ്റാർ വാല്യൂ ഒന്നും ഇല്ലാത്ത ഒരു നടനെ വെച്ച് എടുക്കാൻ കാണിച്ച ധൈര്യം അസാധ്യം തന്നെ. അദ്ദേഹം മികച്ച അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. സന്ദീപിൻ്റെ കരിയറിലെ തന്നെ ഒരു മികച്ച കഥാപാത്രമായിട്ട് ഇത് മാറുന്നുണ്ട്. അതുപോലെ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. അത് അക്ഷരം പ്രതി ശരിവെക്കുന്ന പ്രകടനമാണ് നമ്മുടെ അശോകൻ. വിനീത് ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. വിനീതിനെ വേണ്ട പോലെ മലയാള സിനിമ പ്രയോജനപ്പെടുത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. എനിക്ക് തോന്നുന്നു പഴയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഈ നമ്മുടെ ജഗദീഷിനെ പോലുള്ള നടന്മാരൊക്കെ അന്ന് തമാശ കൈകാര്യം ചെയ്തു. ഇപ്പം ക്യാരക്ടർ റോഡിലൊക്കെ വരുമ്പോൾ ജഗദീഷൊക്കെ ഞെട്ടിപ്പിക്കുമല്ലേ, ഇന്ദ്രൻസ്. ആ ലെവലിലേക്ക് വിനീതും അതുപോലെ അശോകനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ നരേനെ, അങ്ങനെ പലരും നമ്മുടെ മുമ്പിലേക്ക് വന്നു പോകുന്നു. അവർ നമ്മളെ ഞെട്ടിപ്പിക്കാറുണ്ട്. വിനുപ്പപ്പൻ ചെറിയ റോളാണ്, ഒരു രക്ഷയില്ലാത്ത സാധനമാണ് വിനുപ്പപ്പൻ. പറഞ്ഞില്ലേ ഇതിൻ്റെ തിരക്കഥയെന്ന് പറഞ്ഞാൽ നല്ല കെട്ടുറപ്പുള്ള തിരക്കഥയുണ്ടെങ്കിലുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അത് കൃത്യമായിട്ട് ബാഹുൽ രമേശ് എന്ന് പറയുന്ന തിരക്കഥാകൃത്തിൻ്റെ കയ്യിൽ ഭദ്രമായിരുന്നു. അതൊരു മികച്ച കെട്ടുറപ്പുള്ള തിരക്കഥ. പിന്നെ അതിൻ്റെ പശ്ചാത്തലം എന്നൊക്കെ പറയുന്ന കാടുമൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്കൊന്നും നോക്കാനില്ലല്ലേ, ആ അവസ്ഥയാണ്. നമ്മൾ കിഷ്കിന്ധകാണ്ഡമൊക്കെ കണ്ടു, ആ ലെവൽ സാധനങ്ങൾ തന്നെ. അതുപോലെ കാടും കോടയും മഴയും മഞ്ഞും എല്ലാം കൂടെ ചേർന്ന ആ ദൃശ്യഭംഗിയുണ്ടല്ലോ, അപാര സാധനം. അത് ക്യാമറയ്ക്കകത്ത് പകർത്തി
നമ്മുടെ മുമ്പിലേക്ക് എത്തിയ ബാഹുൽ രമേശനാണ് അതിൻ്റെ ക്യാമറ വർക്ക്. ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. അതുപോലെ പശ്ചാത്തല ഭംഗി, മുജീബ് മജീദ് എന്ന് പറയുന്ന പശ്ചാത്തല സംഗീതത്തിന് പ്രാധാന്യമുള്ള ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ അവിടെയൊക്കെ കൃത്യമായിട്ട് നമ്മളിലേക്ക് എത്താൻ ഇതിന് കഴിഞ്ഞു. സൈലൻ്റായിട്ട് പോകുന്ന പല മുഹൂർത്തങ്ങളുമുണ്ട്. ആ സൈലൻറ്റിൽ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ ഒരു ചിത്രത്തിന് ഈ പശ്ചാത്തല സംഗീതത്തിന് ഭയങ്കര കഴിവുണ്ട്. അതിൻ്റെ അവരോഹണ ക്രമങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സാധനങ്ങളാണ്. അത് കൃത്യമായിട്ട് നമ്മളിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ എഡിറ്റർ സുരാജ് പറയേണ്ട ഒരു വ്യക്തിയാണ്. കാരണം കൃത്യമായിട്ടുള്ള എഡിറ്റിങ്, കട്ടിങ്, ഇതിനെപ്പറ്റി ഒന്നും കൃത്യമായിട്ട് നമുക്കറിയില്ല. എഡിറ്റിങ് എന്താണ്, ക്യാമറ വർക്ക്. നമ്മളൊരു സിനിമ കണ്ടു കഴിയുമ്പോൾ സത്യം പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കൊടുത്ത കാശ് മുതലാവണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. പിന്നെ ഒരു പടം കാണുമ്പോഴും ഇപ്പം കിഷ്കിന്ധകാണ്ഡൻ ടീം ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ കിഷ്കിന്ധകാണ്ഡം പോലെ ഒരു പടം അത് ഇഷ്ടപ്പെടുന്നവരായിരിക്കും അതിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ പ്രതീക്ഷിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ആ പടവുമായിട്ട് സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ ആ പടത്തിലേക്ക് നമ്മൾ അങ്ങ് അലിഞ്ഞ് ചേരുന്നു. എന്നെ സംബന്ധിച്ചുള്ള കാര്യം പറഞ്ഞത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്നൊന്നുമില്ല. ചിലപ്പം കിഷ്കിന്ധകാണ്ഡം ഇഷ്ടപ്പെടാത്ത എത്രയോ ആൾക്കാർ കാണും അല്ലേ. പക്ഷേ വേറെ ലെവൽ, എനിക്ക് തോന്നുന്നു മലയാള ഭാഷ ഇങ്ങനൊരു സിനിമയുണ്ട്, മലയാള ഭാഷയുണ്ട് എന്നൊക്കെ അനേകം ചിത്രങ്ങൾ നമുക്ക് കാട്ടി തന്നിട്ടുണ്ട്. അന്യഭാഷയിലൊക്കെ പ്രദർശിപ്പിക്കാൻ പറ്റിയ ഒത്തിരി ചിത്രങ്ങളുണ്ട്. ആ ഗണത്തിൽപ്പെടുന്ന ഒരു ചിത്രമാണ്. വേറെ ലെവൽ മേക്കിങ്ങും വേറെ ലെവൽ കഥയും വേറെ ലെവൽ അഭിനയം കൊണ്ട് സമ്പന്നമായ ഒരു ചിത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് രാവിലെ വിലായത്ത് ബുദ്ധയുടെ കാര്യം ഞാൻ പറഞ്ഞു. അത്ര തൃപ്തി തരുന്ന ഒരു പ്രകടനം അതിനകത്തില്ല. പിന്നെ അതിൻ്റെ ജോണർ വേറെയാണ്. കാരണം അത് കാണാൻ പോകുമ്പോൾ നമ്മൾ എന്താണ് പ്രതീക്ഷിച്ചതെന്ന് പറഞ്ഞാൽ അത് മൊത്തം കിട്ടിയെന്ന് ചോദിച്ചാൽ സംശയമാണ്. കാരണം ഞാൻ എപ്പോഴും പറയുന്നത് ഇതിൻ്റെ ദൈർഘ്യം കൂടുതലായിരുന്നു. പക്ഷേ ഇത് കൃത്യമായിട്ടുള്ള ഒരു മീറ്ററിൽ വെച്ചിട്ടുണ്ടെന്നുള്ള ഏകദേശം 2 മണിക്കൂറിനുള്ളിൽ ഈ പടം 2 മണിക്കൂർ ഇച്ചിരി കൂടുതലുണ്ടെന്നത് അത് കൃത്യമാണ്. അതിനകത്ത് നിർത്താൻ ഈ ചിത്രത്തിന് കഴിഞ്ഞുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അനാവശ്യമായി പഠിച്ചു നിർത്തില്ല. ഇപ്പം 2.5 മണിക്കൂർ ആകെ കഴിയുമ്പോൾ അനാവശ്യമായ കാര്യങ്ങളെല്ലാം പഠിച്ചു നീട്ടും. അതൊന്നും ഇല്ലാതെ ഒരു ചിത്രം നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു, നമ്മളെ തൃപ്തിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു മികച്ച ചിത്രം കണ്ട് 2025 അവസാനത്തോടെ നമ്മൾ എടുക്കുമ്പോൾ ഒരു മികച്ച ചിത്രം മലയാളത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊരു വൻ വിജയമാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തിയേറ്ററിലെല്ലാം മികച്ച പ്രതികരണം തന്നെ കിട്ടുന്നുണ്ട്. നിങ്ങൾ നിശ്ചയമായിട്ടും പോയി കാണുക. പ്രത്യേകിച്ച് കിഷ്കിന്ധകാണ്ഡം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും നിശ്ചയമായിട്ടും ടിക്കറ്റ് എടുക്കുക, നിങ്ങളെ തൃപ്തിപ്പെടുത്തും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്തും വരെ ഓക്കെ ബൈ. ആരെങ്കിലും ചിത്രം കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയണേ. ഇത് കേൾക്കുന്നത് നമുക്കൊരു തൃപ്തിയാണ്. കാരണം നമ്മുടെ അഭിപ്രായമായിട്ട് തീർന്ന് നിൽക്കുന്നുണ്ടോ എന്നറിയാനുള്ള ഒരു ആകാംക്ഷ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ ബൈ.